ഏത് കാരണം ഈ വാവിന് എന്തിനു വേണ്ടിയാ ഈ കരിക്ക് വെട്ടി വെക്കുക? വാവിന് കരിക്ക് വെട്ടി വെക്കാന്ന് പറഞ്ഞാല് നമ്മുടെ പൂർവികന്മാരെ നമ്മള് അവരെ മരിക്കുക എന്നുള്ളതിന്റെ അർത്ഥമേ ഉള്ളൂ. അവര് വരുവോ വരുത്തില്ലയോ നമ്മള് കണ്ടിട്ടില്ല. അപ്പൊ അവരെ നമ്മൾ സ്മരിക്കുക, അവരെ സ്മരണ വെക്കുക, വെച്ചാൽ അതിനെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക, സമൂഹത്തിൽ ജീവിക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് തുടർന്നുകൊണ്ട് വരുന്നു. കുറെ ആൾക്കാർ അത് നല്ല രീതിയിൽ എടുക്കുന്നു, കുറെ ആൾക്കാർ എടുക്കുന്നില്ല. ഇവിടെ തന്നെ വേറെ ഒരു പിന്നെ ഹിന്ദുക്കളാകെ തന്നെ സമുദായാടിസ്ഥാനത്തില ഈ കരിക്ക് വെക്കാത്ത ആൾക്കാർ പലരും ഉണ്ട്. നായർ സമൂഹം വെക്കുന്നില്ല. നമ്മള് ഈഴവ സമുദായക്കാർ തൊട്ട് ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളു അതിന്റെ കാര്യങ്ങളൊക്കെ. അത് വിശ്വസിക്കാത്തവരുണ്ടല്ലേ? അത് പിന്നെ ഇതിനകത്തിപ്പോ നമ്മുടെ അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു കരിക്ക് വെട്ടിട്ട് ജീവിച്ചിരിക്കാൻ മനുഷ്യനെ കൊടുക്കുന്നില്ല, ഒരു കരിക്ക് ചോദിച്ചാൽ കൊടുക്കുന്നില്ല, ചേട്ടാ കാക്കയുടെ കരിക്ക് വെട്ടിച്ച് ആചരിക്കുന്നു. ഇങ്ങനെയോ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിനകത്തുള്ള കൊടുക്കത്തില്ല. ഒരു കരിക്കാന്ന് പറഞ്ഞാൽ അതിലൊന്നും ഇല്ലെന്ന് പറയും. അതിലൊന്നും ചത്തുപോയി കഴിയുമ്പോ പറയും, അയ്യോ ഇന്നലെ വന്നിട്ട് ഒരു കരിക്ക് ചോദിച്ചായിരുന്നു, അന്നലെ കഷ്ടമായിപ്പോ ഞാൻ ഇല്ലെന്ന് പറയുകയും. എന്നാ ഇവിടെ ഇട്ട് തരാൻ ആരുമില്ല, ആണ് ആരെങ്കിലും കൊണ്ടുവന്ന് ഇടിയിച്ചെടുക്ക് എന്ന് പറയത്ത പോലും ഇല്ല. ചത്തുപോയി കഴിയുമ്പോ പെട്ടെന്ന് പറയും. കാര്യങ്ങൾ അത്രേ ഉള്ളു. അപ്പം ജീവിച്ചിരിക്കുമ്പം ചെയ്യത്തുമില്ല, ചത്തുപോയി കഴിയുമ്പം എല്ലാം ചെയ്യും. ഇപ്പൊ എത്ര പേര് നമുക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ ഈ പ്രായത്തിനകത്ത് ആരെല്ലാം നമ്മുടെ അച്ഛനെ അമ്മയും നോക്കാത്ത ആൾ എത്ര ആൾക്കാരുണ്ട്? ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ കാശുള്ളവര് ഇഷ്ടംപോലെ ആൾക്കാർ നോക്കത്തില്ല. ആ സമയത്ത് ചത്തുപോയി കഴിയുമ്പം അവരാദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ആദ്യമേ അവര് പിന്നെ ഉത്സവം കമ്മിറ്റി നടത്തുക. ഇല്ലാത്തവരും ഉള്ളവരും എല്ലാവരും വിളിച്ചു വരുത്തി എന്താ തെങ്ങൊരു മൈക്കും വെച്ച് കെട്ടി 2 വായനക്കാരെ ഇരുത്തി അതും ഇരുത്തി വിഭവമർദ്ദമായ സദ്യ. പക്ഷെ അന്നേരം ആത്മാവിന് വെള്ളമില്ലാതെ കാരണം നമ്മുടെ അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. ഇപ്പൊ 100 പേരെ വിളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് കൊടുക്കണ്ടേ? ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെന്തോ? അത് ഒരു പ്രാണൻ, അത് വായു അന്തരീക്ഷത്തിൽ പോയി. അത്രേ ഉള്ള അതിന്റെ കാര്യം. പിന്നെ നാട് ഓടുമ്പോ നടുവേ ഓടും. അവന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിരിക്കാണ്ട് ഒരു വെള്ളക്ക വെട്ടി വെച്ചിട്ടുണ്ട്. ഇതും പറയും ഈ ദൂരേക്ക് നമ്മൾ ഈ ചിന്താഗതി എടുത്ത് നമ്മുടെ അച്ഛനും അമ്മയും വേണ്ടത് നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് അവർ നല്ല ചെയ്യേണ്ട ക്രിയകളൊക്കെ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്തു. ഇനി എന്തോ അവര് മരിച്ചുപോയി. പക്ഷെ നമ്മൾ ഇതിനെ ഒരു കരിക്ക് വെച്ചില്ല, അയാളുണ്ടാക്കിയ മുതൽ മരുന്ന് കിടക്കുക. കരിക്ക് വെട്ടി വെക്കാൻ പറ്റി. എവിടെ കിടക്കുന്നു? വകുപ്പ് എവിടെ കിടക്കുന്നു? അപ്പൊ എല്ലാം പറയും. നല്ലതും എല്ലാം ഇതിനകത്തുള്ള ഇതൊക്കെ എന്റെ കാര്യങ്ങൾ. കൊടുത്താൽ കുഴപ്പം, കൊടുത്തില്ല കുഴപ്പം, ഇതൊക്കെ അതിന്റെ യാഥാർത്ഥ്യം. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. നമുക്ക് അത് ചെയ്തില്ല നമുക്കൊരു വേദന വരും. 4 പേര് ചെയ്യുമ്പം നമ്മൾ ഒരു കരിക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് വലിയ വിഷമം വരും. പിന്നെ വലിയ കുഴപ്പമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഈ ചാകുമ്പോ എന്റെ മക്കൾ എന്തോ ചെയ്യാൻ? ഇതൊക്കെ അല്ലേ ഇതിന്റെ കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളു. ഇതിന്റെ മുഖ്യമായുള്ള കാര്യങ്ങളൊക്കെ അതാ. അല്ല വേറെ ഒന്നുമില്ല. ചത്തുപോകുന്നതിന് മുമ്പ് ഒരു കരിക്ക് കൊടുക്കാൻ നമുക്ക് കൊടുക്കുക. അതേ ഉള്ളു പുണ്യം. വേറെ പുണ്യം. ഇതൊരു ആചാരമാണ്. ഹിന്ദു ആചാരപ്രകാരം ഹിന്ദുവിനകത്ത് കുറച്ച് ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ മാത്രം ഇതിനെ ഉൾക്കൊണ്ട് ആചരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അല്ല ഒന്നുമില്ല. അച്ഛനെ തെങ്ങാണല്ലോ, അത് വെട്ടി വെക്കാം. അതിനകത്ത് കരിക്ക് വെട്ടി ഒരു ക്രമത്തിലില്ല. നമ്മള് പോയി. ഇത് ഇത്രയൊക്കെ ഉള്ളു. ജീവിതം ഇതൊക്കെ ഉള്ളു. നമ്മളാരെയും ദ്രോഹിക്കാതിരിക്കും. ചെയ്യാതെ ചെയ്യുക. അതേ ഉള്ളു. ഞങ്ങളുടെ അച്ഛൻ മേടിച്ചോണ്ട് വെച്ചാ പരമാവധി തന്തയ്ക്കൂടി കേൾക്കായി ഏറ്റവും ഉത്തമം അതാ. നമ്മളാരെയും ദ്രോഹിക്കാതിരിക്കും. ചെയ്യാൻ പറ്റിയ ഏറ്റവും അതാ. കാര്യം നമ്മുടെ അച്ഛനും മാറ്റം ഉണ്ടെങ്കിൽ ചുമ്മാന്ന് പറയും. അത് കേൾപ്പിക്കാതിരിക്കുക. അതേപോലെ അതിന്റെ കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ചെയ്യാത്തത് മരിച്ചു പോയി കഴിയുമ്പോ പിന്നെ അനാഥാരത്തിൽ കൊണ്ട് കൊടുക്കുക. ആള് ജീവിതം കൊടുക്കുക. അയ്യോ എന്ന് പറയുമ്പോ ഓടിച്ചത് നോക്കിയെടുത്ത്
ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ കുഴപ്പമില്ല. ഇല്ല. ഇത് ഒന്നും ചെയ്യാനും വയ്യ. എന്നെ കൊണ്ട് അണ്ണയില്ല അവിടെ. അയാൾ അവിടെ പോയി. അയാൾക്കെന്താ എന്നെ പോലെ ഉത്തരവാദിത്തം അയക്കില്ല. കട കിടക്കും കിടന്നുകൊണ്ട് 10 കുറെ അരിയും വെച്ച് നാട്ടുകാർക്കും കൊടുത്ത് 4 പേരെ പിടിച്ച് വായിപ്പിച്ച് എന്താ പുണ്യം കിട്ടാൻ? ഒരു പുണ്യം കിടന്ന് അതേ ഉള്ളു അതിന്റെ ചടങ്ങ്. എത്ര തേങ്ങ പിന്നെ കറങ്ങട്ടെ, ഉണങ്ങട്ടെ.